മച്ചാന്മാരെ, അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടുവിശേഷങ്ങൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പം വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ജണ്ടായിക്കൽ മുക്കം റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ റോഡെന്ന് പറയുമ്പോൾ പല പ്രതിസന്ധികളും തരണം ചെയ്തു വന്നൊരു റോഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ആദ്യം ടാറിട്ടിട്ട് അത് പിന്നെ ഇളകിപ്പോയിട്ട് പിന്നെ ഒരു 5-6 മാസത്തോളം ഈ റോഡ് പന്നലായിട്ട് കിടക്കുമായിരുന്നു. ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് കഷ്ടത അനുഭവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞവരിടയ്ക്ക് ടാറ് ചെയ്തു. ഇപ്പോൾ ഒരു മാസത്തോളമായി ഇത് ടാർ ചെയ്തിട്ട് ഇത് സൈഡൊക്കെ വരച്ച് നല്ല രീതിയിലൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആക്സിഡൻറ്റുകളും ഈ റോഡ് പണിത് കഴിഞ്ഞിട്ട് പല ആക്സിഡൻറ്റുകളും ഇവിടെ സംഭവിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ വണ്ടികൾ പോകുമ്പോൾ ഈ സൈഡ് കുഴിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഈ കുഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പം കട്ടകൾ ഇട്ട് നല്ല അടിപൊളിയാക്കി അവർ ചെയ്തു വരികയാണ്. അപ്പോൾ നമുക്കിതൊരു ആശ്വാസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒരു ചെറിയ വണ്ടിക്കാർക്കാണെങ്കിലും ഒരു ഓട്ടോക്കാർക്കാണെങ്കിലും പിന്നെ അതുപോലെ ബൈക്കുകാർക്കൊക്കെ ആണെങ്കിലും സൈഡ് ഒതുക്കി കൊടുത്താൽ വലിയ വലിയ വണ്ടികളൊക്കെ കയറിപ്പോകാനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് ഉണ്ട്. അപ്പം നമുക്കിതിലൊരു ആശ്വാസം തന്നെയാണ്. അപ്പം ഇനി ആരും പേടിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി ഇവിടുന്ന് നമ്മുടെ താഴോട്ട് നമ്മുടെ ഈ കിടക്കുന്ന ഈ താഴോട്ടുള്ള ഭാഗങ്ങളെല്ലാം മൊത്തം സൈഡ് മൊത്തം ഒരു ചരിവ് പോലൊരു കുഴിവും കാര്യങ്ങളും എല്ലാം ആണ്. അപ്പം അതിനനുസരിച്ച് ഇപ്പോൾ അവരതെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ വണ്ടികൾക്ക് സൈഡ് കൊടുക്കാം. അടിപൊളിയായിട്ട് നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഇവിടുന്ന് നല്ല ഒരു ഇത് തന്നെയാണ്. നമുക്കിവിടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, നല്ല തണലുണ്ട്. അതുപോലെ ഇപ്പം ഈ സമയങ്ങളിലൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഈ വണ്ടിയൊക്കെ ഓടിച്ച് വരുന്ന സമയത്തൊക്കെ ഇപ്പോൾ ചില പിരിവുകളൊക്കെ എടുക്കാൻ ആൾക്കാർ വരും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് വിശ്രമിക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വണ്ടിയൊക്കെ ഇട്ട് വിശ്രമിക്കാം. നേരത്തെ വണ്ടി ഒന്നും ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെ ആയിരുന്നു ഇവിടെ. ഇപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ വിശേഷങ്ങളുണ്ട്. പിന്നെ താഴെ ഇച്ചിരി കാര്യങ്ങളുണ്ട്, അതുകൂടെ ഞാൻ കാണിക്കാം. അപ്പം മച്ചന്മാരെ, ഇവർ ആദ്യം നമ്മുടെ ചെറിയ ചിപ്സ് ഇട്ടിട്ട് അതിന് മണ്ടയ്ക്ക് നമ്മൾ കട്ട ലെവലായിട്ട് നിരത്തിയിട്ട് പിന്നെ രണ്ട് സൈഡും അവർ ചെറുതായിട്ട് കോൺക്രീറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട ഇളകാത്ത രീതിയിൽ. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഈ സൈഡ് വഴിയാണ് ഇനി ഒലിച്ചു വരുന്നത്. മെയിൻ റോഡ് വഴി ഇനി അത് ഒലിച്ചു വരത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവരിത് ഇനി ചെയ്യുന്നത്. മച്ചന്മാരെ, ഇതിപ്പം വല്യോളത്താണ് പണി നടക്കുന്നത്. നമ്മുടെ ഹൈസ്കൂളിൻ്റെ ഭാഗത്താണ് പണി നടക്കുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. കട്ടയൊക്കെ ഇങ്ങനെ ഭായിമാരാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ വർക്ക് പുരോഗമിക്കുന്നുണ്ട് ഇവിടെ. ഇത് നമ്മുടെ വലിയോളത്തുള്ളവർക്കാണെങ്കിലും പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു ആശ്വാസം തന്നെയാണ്. ഇത് നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് അവസ്ഥ. ഇത് കണ്ടോ, ഏകദേശം നല്ലൊരു കുഴി തന്നെയാണ്. വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു അപകടം തന്നെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മുടെ അവിടെ ഒരു ചെറിയൊരു ജംഗ്ഷനാണ്, ഒരു വെയിറ്റ് ഷെഡൊക്കെ ആയിട്ട്. അപ്പോൾ ആ ജംഗ്ഷൻ വരെ ഉള്ളൂ ഇത് ചെയ്യുന്നത്, കട്ടയിടുന്നത്. ബാക്കി ഇനി അടുത്ത ഒരു പദ്ധതി അനുസരിച്ച് ചിലപ്പം പിന്നെ നടക്കുമായിരിക്കും, അത് നമുക്കറിയത്തില്ല. ഇത് കണ്ടോ, ഭയങ്കര ഒരു ഇത് തന്നെയാണ്. ഇത്രയും കനത്തിലാണ് ഇവർ ടാർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ടാർ ചെയ്തേക്കുന്ന ഈ കനത്തിൽ നിന്ന് ചിലപ്പം ഒരു വണ്ടിയൊക്കെ രാത്രി വന്ന് ഒരു ബൈക്കുകാരോ അല്ല ഒരു ഓട്ടോക്കാരോ അല്ല ഏതൊരു വണ്ടി ആയിക്കോട്ടെ താഴെ പോയാൽ നല്ലൊരു അപകടം തന്നെയാണ് ഉണ്ടാകുന്നത്. പല അപകടങ്ങളും ഇവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊരു ജംഗ്ഷനാണ് കണ്ടത്. അപ്പോൾ അവിടെ ആ വെയിറ്റ് ഷെഡ് വരെ ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞു. അവിടെ ഒരു ഇടസൈഡിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലെക്സ് ബോർഡ്. അതൊരു വെയിറ്റ് ഷെഡാണ്. അപ്പോൾ അതുവരെ ഇത് ചെയ്യുന്നുള്ളതാണ് ഇവർ പറയുന്നത്. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ ഞാൻ മേളിൽ നിന്ന് നേരെ താഴോട്ട് വന്നതാണ്. അപ്പോൾ ഈ താഴത്തെ ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് നല്ലൊരു വളവാണ്, ഒരു എസ് വളവാണിത്. അപ്പോൾ ഈ എസ് വളവിൻ്റെ ഇവിടെ ആയിട്ട് കണ്ടോ, നല്ല ഭയങ്കരമായിട്ട് മേളത്തേനെക്കാട്ട് നല്ലൊരു കുഴി തന്നെയാണ് ഇവിടെ കണ്ടോ. അപ്പോൾ ഇവിടെ അടുത്തൊരു വീട്ടുകാർ ചാണകം ഉണക്കാനിട്ടേക്കാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കഴിഞ്ഞ ശിവരാത്രിയുടെ അന്നാന്ന് തോന്നുന്നു ഒരു ചേച്ചി ഒരു മോനൂടെ വന്ന് ഇവിടെ വീണിട്ട് ആ മോൻ്റെ കാലിൻ്റെ മുട്ടൊക്കെ നല്ല പരിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതുകൂടെ ഒന്ന്
ആരെങ്കിലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതുകൂടെ ഒന്ന് റെഡിയാക്കി തരണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര അപകടം തന്നെ ഇവിടെ ഉണ്ടാകും. നല്ല ഒത്തിരിയും പ്രാവശ്യം വണ്ടിയൊക്കെ ഇവിടെ നമ്മുടെ വണ്ടി തന്നെ വന്ന് ഇവിടുന്ന് ഈ വളവാകുമ്പോഴത്തേന് ചില വണ്ടികളൊക്കെ റോങ് സൈഡ് കയറി വരും. ഇത് കണ്ടോ, നല്ലൊരു വളവ് തന്നെയാണ് ഇവിടെ. ഈ റോങ് സൈഡ് കയറി വരുമ്പം അപകടം ഉണ്ടാകും. സാധാരണ ഒരു വണ്ടി നമ്മൾ ആ ഭാഗത്തുനിന്ന് നമ്മുടെ വേണ്ട ഈ ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ വളഞ്ഞു വരുമ്പോഴത്തേനുണ്ടല്ലോ ഇവിടുന്ന് ഒരു നമ്മുടെ ഈ ഇട സൈഡ് ഒരു വണ്ടി വരുമ്പം നല്ലപോലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ കുഴിയിലോട്ട് പോകും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ 1-2 അപകടങ്ങൾ ഇവിടെ ഉണ്ടായതാണ്. അപ്പം ഇതുകൂടെ അധികാരികളൊന്ന് കണ്ണു തുറക്കുക. നമ്മളെ മേളിൽ ചെയ്ത പോലെ ഇവിടെ കൊണ്ടൊന്ന് ചെയ്യുവാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്.